ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISLൽ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാനും ചെന്നൈയിൻ FC-യും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാം സ്ഥാനക്കാരായ മോഹൻ ബഗാനെ ഗോളടിക്കാതെ പിടിച്ചു നിർത്താൻ ഇപ്പോൾ ചെന്നൈയിൻ FC-ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മത്സരത്തിൽ ചെന്നൈക്ക് വേണ്ടി അരങ്ങേറ്റം നടത്താൻ പ്രീതം കോട്ടാലിന് കഴിഞ്ഞിരുന്നു. മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. റൈറ്റ് ബാക്ക് പൊസിഷനിലായിരുന്നു പ്രധാനമായും അദ്ദേഹം കളിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അവസാനത്തിലൊക്കെ അദ്ദേഹം സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് ഇറങ്ങി കളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. 4 മത്സരങ്ങൾക്ക് ശേഷം ആദ്യമായി കൊണ്ടാണ് ചെന്നൈയിൻ FC ഒരു ക്ലീൻ ഷീറ്റ് ഇന്നലെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ചെന്നൈയുടെ അസിസ്റ്റന്റ് പരിശീലകനായ നോയൽ വിൽസൺ ഇപ്പോൾ പ്രീതം കോട്ടാലിന്റെ അരങ്ങേറ്റത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു മത്സരത്തിൽ തന്നെ 2 പൊസിഷനുകളിലും കളിക്കാനും തിളങ്ങാനും കോട്ടാലിന് കഴിഞ്ഞു എന്നാണ് ചെന്നൈയുടെ അസിസ്റ്റന്റ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. മത്സരശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോട്ടാലിന്റെ അരങ്ങേറ്റം മികച്ചതായിരുന്നു. കാരണം 2 പൊസിഷനുകളിലും കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സെൻട്രൽ ബാക്ക് പൊസിഷനിലും റൈറ്റ് ബാക്ക് പൊസിഷനിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഗോൾ കീപ്പർക്കും പ്രതിരോധ നിര താരങ്ങൾക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പരിശീലകൻ എന്ന നിലയിൽ ഞാൻ അതാണ് മനസ്സിലാക്കുന്നത്. എതിരാളികളെ ഗോളടിക്കാൻ സമ്മതിച്ചില്ല എന്നതിലൂടെ ഡിഫൻഡർമാർ മികച്ച ഒരു ജോലിയാണ് ചെയ്തു തീർത്തിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. ഇതാണ് ഇപ്പോൾ കോട്ടാലിനെ കുറിച്ച് വിൽസൺ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ടാണ് പ്രീതം കോട്ടാൽ ചെന്നൈയിൻ FC-യിലേക്ക് പോയിട്ടുള്ളത്. പകരം വികാസ് യുമ്നം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയും ചെയ്തു. 1.5 വർഷങ്ങൾക്ക് മുൻപായിരുന്നു കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. സഹലിന്റെ പകരമായിക്കൊണ്ടായിരുന്നു അദ്ദേഹം ക്ലബിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.